നമസ്കാരം. പണിമുടക്കത്തെ സംബന്ധിച്ച് പല രീതിയിലുള്ള ചർച്ചകളും പല വർത്തമാനങ്ങളും പല കോണിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ പണിമുടക്കം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതും പണിമുടക്കത്തിൽ നേടിയിട്ടുള്ള പല നേട്ടങ്ങളും ഈ പറയുന്നവർ തന്നെ തിരസ്കരിക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തത് സമരങ്ങളിലൂടെയും പണിമുടക്കത്തിലൂടെയും തന്നെയായിരുന്നു. അത് പല കാലാകാലങ്ങളായി നേടിയെടുത്തിട്ടുള്ള ഈ അവകാശ പോരാട്ടങ്ങളെല്ലാം, അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശ പോരാട്ടങ്ങളെല്ലാം പണിമുടക്കത്തിലൂടെയും സമരങ്ങളിലൂടെയും തന്നെയായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാത്തതോ അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത രീതിയിലുള്ള അറിവോ ഇല്ലാത്തത് കൊണ്ടോ ആയിരിക്കാം പണിമുടക്കത്തെ തള്ളിപ്പറയുന്നത്. 44 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള സിനിമാ നടൻ പ്രേം നസീർ തന്നെ പണിമുടക്കത്തെ കുറിച്ച് വളരെ ശ്ലാഘിച്ചുകൊണ്ട് സംസാരിക്കുകയും ഈ പണിമുടക്കത്തിനെതിരായിട്ട് പറയുന്നവർക്കെതിരെ നല്ല രീതിയിലുള്ള പ്രതികരണവും നടത്തിയിട്ടുണ്ട്. 44 വർഷങ്ങൾക്ക് മുമ്പ് പ്രേം നസീർ പ്രതികരിക്കുകയുണ്ടായി. പ്രേം നസീർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ രാജ്യങ്ങളിലും, ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പണിയെടുക്കുന്ന തൊഴിലാളികൾ പണിമുടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏത് രാജ്യങ്ങളിലാണെങ്കിലും പണിമുടക്കത്തിലൂടെ ആ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുള്ളൂ. ഇന്ന് കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളുടെയും അടിസ്ഥാന കാരണങ്ങൾ തൊഴിലാളികൾക്ക് നേടിക്കൊടുത്തത് പണിമുടക്കത്തിലൂടെയും സമരങ്ങളിലൂടെയും മാത്രമായിരുന്നു എന്നുള്ളതാണ് പ്രേം നസീർ പറഞ്ഞു വെക്കുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള വാക്കുകളാണ് പ്രേം നസീർ അന്ന് 44 വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച ആ വീഡിയോ നമുക്ക് ഒന്നുകൂടി കാണാം. പല ആളും ചോദിക്കും, കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് അവിടെ എന്തോ നടക്കാൻ, അവിടെ സ്ട്രൈക്കും ബഹളവും ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. സ്ട്രൈക്ക് അവിടെ നടക്കും. പണിമുടക്കില്ലാത്ത ഏതെങ്കിലും രാജ്യം കേട്ടിട്ടുണ്ടോ? സോഷ്യലിസ്റ്റ് കൺട്രീസിലും ഇപ്പോൾ പണിമുടക്ക് തുടങ്ങിയിട്ടില്ല. നമ്മൾ പേപ്പറിൽ വായിക്കുന്നില്ലേ? അത് അവരുടെ അവകാശമാണ്. അവരുടെ അവകാശങ്ങൾ അനാവശ്യമായി നിഷേധിക്കപ്പെടുമ്പോൾ അവർ പ്രതിഷേധിക്കും. അങ്ങനെ തൊഴിലാളികളുടെ പ്രതിഷേധത്തിന്റെ ചിഹ്നമായിട്ട് പല നിറത്തിലും പല കൊടികളും അവർ കൊണ്ട് കുത്തും. അവർക്ക് എന്ത് ചെയ്യാൻ ഒക്കും? മാനേജ്മെന്റിനോട് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ തന്നെ വേറെ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ സൈൻ എന്ന് അവർ പറയും. ആദ്യത്തെ ഞങ്ങളുടെ അടയാളം പ്രതിഷേധം എങ്ങനെ രേഖപ്പെടുത്തുന്നു? അത് ചില ഫാക്ടറികളിൽ സ്ട്രൈക്ക് വരും, 1-2 മാസം അടച്ചിട്ടും വീണ്ടും തുടങ്ങും. സ്ട്രൈക്ക് തുടങ്ങി അല്ലെങ്കിൽ തൊഴിലാളികൾ നമ്മുടെ പല ഫാക്ടറികളിലും തൊഴിൽ ചെയ്യുന്നില്ല, സ്ട്രൈക്കിനെ റിസോർട്ട് ചെയ്തിരിക്കുകയാണ്, സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന അർത്ഥമില്ല. എന്തെല്ലാം സംഗതികൾ നമ്മൾ അവിടെ നിന്ന് കയറ്റി അയക്കുന്നുണ്ട്. 1000-1500 കോടി 8000 കോടി നമ്മൾ ഉള്ള രൂപയ്ക്ക് വില വരുന്ന സാധനങ്ങൾ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന്. കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 1000 കോടി രൂപയുള്ള സാധനങ്ങൾ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. എന്തെല്ലാം ഇവിടെ വരുന്നു? ചെമ്മീൻ പരിപ്പ് വരുന്നു, കുരുമുളക് വരുന്നു, കാടമൺ വരുന്നു, ടീ വരുന്നു. ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? നാട്ടിന്റെ നട്ടലായ തൊഴിലാളികൾ തന്നെ. അപ്പൊ ആ തൊഴിലാളികൾ പ്രതിഷേധിക്കുമ്പോൾ ഇതൊക്കെ വെറും തൊഴിലാളികളൊന്നും നടക്കില്ല, വെറും കൊടികൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്നത് ബുദ്ധിശൂന്യമാണ് എന്നാണ് എനിക്ക് പറയുന്നത്. ഈ തൊഴിലാളികളല്ലേ ഈ രാജ്യത്തിന്റെ ഇത്രയും അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുത്തത്? സാധാരണക്കാരന് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തത്. ഇത്രയും ഡാംസ് കെട്ടിയത് എങ്ങനെ? എത്ര അണക്കെട്ടുകളുണ്ടായി, എത്ര റോഡുകളുണ്ടായി, എത്ര ബിൽഡിങ്സ് ഉണ്ടായി. കപ്പലുകൾ കുറെ താമസിച്ച് കപ്പൽ ഉണ്ടാക്കാൻ ഒരു കപ്പൽ വന്നു, 2 കപ്പലുകൾ കാണാത്ത വരാൻ പോകുന്നു. അങ്ങനെ ഇന്ത്യയുടെ നാനാഭാഗത്ത് പല ഭാഗത്തും, വിശാഖപട്ടണത്തും അവിടെ ഇവിടെയെല്ലാം എത്രയോ ഷിപ്പുകൾ ഉണ്ടാക്കി അയക്കുന്നു. നമ്മൾ റോക്കറ്റ് പറത്തുന്നില്ലേ, സാറ്റലൈറ്റ് പറത്തുന്നില്ലേ? ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകളല്ലേ. സ്ട്രൈക്ക് വന്നെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഉണ്ടായിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. അതെല്ലാം വരുന്നുണ്ട്. അപ്പൊ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് അത് ഒഴിയുന്ന ഒരു കാര്യമില്ല. അത് സ്ട്രൈക്ക് നടക്കുന്നു. അത് സ്ട്രൈക്ക് നടക്കുമ്പോൾ അതിനെതിരായിട്ട് പല പദ്ധതികൾ സർക്കാർ കൊണ്ടുവരും. ഇന്ത്യയിലെ ജൂലൈ 9-നുള്ള ഈ പണിമുടക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ളത് ഈ പറഞ്ഞവരൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. തൊഴിലാളികൾ നേടിയെടുത്ത അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലേക്ക് മോഡി ഗവൺമെന്റിന്റെ പോകുന്നു. അതിനെതിരായിട്ടുള്ള സമര പരിപാടികളായിരുന്നു ഈ പണിമുടക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 6 മാസം മുമ്പ് പ്ലാൻ ചെയ്ത ഈ സമര പരിപാടി അല്ലെങ്കിൽ ഈ പണിമുടക്കം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ പണിമുടക്കം കൊണ്ടുള്ള നേട്ടം. ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട്
10 സംഘടനകൾ ചേർന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഈ പണിമുടക്കം വളരെ ശക്തമായ രീതിയിൽ ഗ്രാമങ്ങളിലേക്കും അതുപോലെ തന്നെ നഗരങ്ങളിലേക്കും വിവിധ തൊഴിലെടുക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ ഈ സമരത്തിന്റെ ആഹ്വാനവും അതുപോലെ തന്നെ അതിന്റെ പ്രാധാന്യവും എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ സമര പരിപാടികളും ഈ പണിമുടക്കും കൊണ്ട് ഉണ്ടായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത്.